വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16 അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ. ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദേവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രാഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രാഹം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവനിവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രാഹം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുതപിക്കും. അബ്രാഹം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒത്തിരിയേറെ പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള തിരുവചന ഭാഗമാണ് ലാസറിൻ്റെയും ധനവാന്റെയും ഈ ഉപമ. കർത്താവ് ഈ ഉപമ അരുളി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്നവരുടെ വികാരം എന്താണെന്ന് നമുക്ക് ആർക്കറിയില്ല. പക്ഷേ പെട്ടെന്ന് കേൾക്കുമ്പോൾ ധനവാനെ കുറ്റപ്പെടുത്തിയും ലാസറിനെ സ്വന്തമായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ഭാവമാണ് നമുക്ക് മനസ്സിലാകുക. എന്നെ ഒത്തിരിയേറെ ചിന്തിപ്പിക്കുകയും ഞാൻ ഒത്തിരിയേറെ ധ്യാനിക്കുകയും ചെയ്ത തിരുവചന ഭാഗമാണിത്. എന്നെ ഒത്തിരിയേറെ അസ്വസ്ഥപ്പെടുത്തിയ ഒരു കാര്യം, ധനവാനെ സംബന്ധിച്ച് അവൻ ദുഷ്ടനാണെന്ന് ഈ വചനഭാഗം ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവൻ കൊള്ളരുതാത്തവനാണെന്നും പറഞ്ഞിട്ടില്ല. അവൻ വലിയ തിന്മയിൽ ജീവിക്കുന്ന ആളാണെന്നും ഈ ഭാഗത്ത് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ധനവാനെ സംബന്ധിച്ച് എനിക്ക് തോന്നിയ ഒരു കാര്യം, അവൻ നല്ലവനായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ നരകത്തിലെ അഗ്നിജ്വാലയിൽ കിടന്ന് വെന്തു നീറുമ്പോഴും അവന്റെ ചിന്ത സഹോദരങ്ങളെ കുറിച്ചായിരുന്നു. ഈശോ പഠിപ്പിച്ച സഹോദര സ്നേഹം ജീവിതത്തിലെ അക്ഷരാർത്ഥത്തിലെ പ്രാവർത്തികമാക്കിയ ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുക. ഈ ധനവാൻ ഒത്തിരിയേറെ തൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കുകയും സ്വന്തമായിട്ട് കരുതുകയും ചെയ്ത ഒരാള്. കാരണം ധനവാൻ ഇല്ലേ, നരകത്തിൽ കിടക്കുമ്പോൾ ആർക്കാ സഹോദരങ്ങളെ കുറിച്ച് ഓർക്കാൻ പറ്റുക? അവിടെ കിടന്നു പോലും സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാളെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ, ലാസറിനെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ ധനവാൻ ആവശ്യപ്പെടുകയാണ്. അവരുടെ രക്ഷയെ കരുതിയിട്ട്, അവരുടെ നന്മയെ കരുതിയിട്ട്. അങ്ങനെ നന്മയെ കരുതുന്ന ഒരാള് നരകത്തിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത എനിക്ക് തോന്നുന്നില്ല. ഒത്തിരിയേറെ നന്മകള് ഉള്ള ഒരു ധനവാൻ തൻ്റെ ജീവിതത്തിലെ കാശുണ്ടായി എന്നുള്ളതിൻ്റെ പേരില് തനിക്ക് അനുഭവിക്കാനായിട്ട് സാധ്യമായിരുന്ന കുറെ സുഖങ്ങള് അദ്ദേഹം അനുഭവിച്ചു എന്നുള്ളതാണ് ഈശോ അദ്ദേഹത്തിൽ കാണുന്ന വലിയൊരു തിന്മ. ഒരുപക്ഷെ ലാസറിനോളം താഴാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ലായിരിക്കാം.
ചിലപ്പോൾ അദ്ദേഹം സ്റ്റാറ്റസ് നോക്കിയിട്ടുണ്ടാകാം. ചിലപ്പോൾ അദ്ദേഹം മറ്റുള്ളവരെ കരുതുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ഒരുപക്ഷെ താനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം. തനിക്ക് പണമുണ്ടായത് എന്റെ തെറ്റല്ല, എനിക്കുണ്ടായത് എനിക്ക് സുഖിക്കാനായിട്ടാണെന്നുള്ള ധാരണ അദ്ദേഹത്തിനുണ്ടായിരിക്കാം. ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തെ തിരുത്തിയിരുന്നെങ്കിൽ അദ്ദേഹം ശരിക്കും ലാസറിന് എന്തെങ്കിലുമൊക്കെ കൊടുത്തേനെന്ന് ഞാൻ വിചാരിക്കുക. കാരണം അത്രമാത്രം നന്മ ആ മനുഷ്യനിലെ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലെ വായനകൾക്ക് വെച്ച് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ലാസർ പക്ഷേ അദ്ദേഹത്തിന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങളും കിട്ടിയെങ്കിലോ എന്ന് ആഗ്രഹിച്ചിരുന്നു. അതെങ്കിലും കിട്ടി വിശപ്പടക്കാനായിട്ട് അവൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതുപോലും അവന് ലഭിച്ചില്ല എന്നുള്ളത് വാസ്തവമാണ്. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ ലാസറിനെ സംബന്ധിച്ച കൃത്യമായിട്ടുള്ള കാര്യങ്ങള് ഈ ധനവാനെ ആരെങ്കിലും ഒന്ന് ഗ്രഹിപ്പിച്ചിരുന്നെങ്കിൽ ധനവാൻ അവനും സഹോദര തുല്യം സ്നേഹിക്കുമായിരുന്നു എന്നാ ഞാൻ വിചാരിക്കുക. നമ്മുടെ ഇടയില് ഒത്തിരിയേറെ ഈ മനോഭാവങ്ങൾ ഉള്ളവര് ഉണ്ട്. നമ്മളിലും കുറെ പേരൊക്കെ കാശില്ലാത്തവർക്ക് കാശുള്ളവരോട് സാധാരണ തോന്നുന്ന ഒരു അസൂയയുണ്ട്, അല്ലേ? അവൻ പണക്കാരനാണ്, വലിയ ആളാണ്. ചില പണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തിരി പണം കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പം അവർ ഇത്തിരി സ്റ്റാൻഡേർഡായിട്ട് പെരുമാറും, സ്റ്റാൻഡേർഡായിട്ട് സംസാരിക്കും, സ്റ്റാൻഡേർഡായിട്ട് ഡ്രസ്സ് ധരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു എന്തോ അവരോട് ഒട്ടിച്ചേർന്ന് നിൽക്കാനായിട്ട് ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യാറുണ്ട്. ആ അസ്വസ്ഥത അവർക്ക് മറ്റുള്ളവരോട് തോന്നുന്ന ഒരു അസൂയയായിട്ട് മാറാറുമുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും പാവങ്ങളുടെ പക്ഷാണ്, പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ജീവിതത്തിലെ ദുരന്തം അനുഭവിക്കുന്ന ആളുകളോട് കൂടെയാണ്, ജീവിതത്തിൽ ഒത്തിരിയേറെ ഭാഗ്യം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളോട് കൂടെയാണ്. അവർക്ക് അനുഗ്രഹം പ്രാപിച്ചു കൊടുക്കാൻ, അവർക്ക് ഇല്ലേ ആശ്വാസം പകരാൻ, അവരോട് കൂടെ ആയിരിക്കാൻ, അവർക്ക് ഭക്ഷണം നൽകാൻ, അവർക്ക് വസ്ത്രം നൽകാൻ ഒക്കെ നമ്മൾ അവരുടെ കൂടെ ആയിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം ചിന്തിക്കണം, നല്ലതാ. ഇതൊക്കെ അവർക്ക് നൽകാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നത് പലപ്പോഴും ഈ ധനവാന്മാരെന്ന് പറയുന്നവരാണ്. അവരുടെ ഔദാര്യമാണ് പലപ്പോഴും നമുക്ക് സഹായമായിട്ട് മാറിയിട്ടുള്ളത്. മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ നമുക്ക് വലങ്കൈയായിട്ട് ബലമായിട്ട് മാറിയിട്ടുള്ളത് പലപ്പോഴും ഈ ധനവാന്മാരുടെ പോക്കറ്റുകളാണ്. ഒരുപക്ഷെ ധനവാന്മാർക്കും പാവപ്പെട്ടവർക്കിടയിലെ ജോലി ചെയ്യുന്ന ശുശ്രൂഷകരാ നമ്മളെ പോലെയുള്ളവരെ എന്നെനിക്ക് തോന്നുക. ഇവർ രണ്ടുപേരെയും ഒരുമിപ്പിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുക. അതുകൊണ്ട് ധനവാന്മാരോട് താഴോട്ടിറങ്ങാനും പാവപ്പെട്ടവരെ മുകളിലേക്ക് ഉയർത്താനും സഹായിക്കുന്ന കണ്ണികളായിട്ട് വേലയെടുക്കേണ്ടവരാ നമ്മൾ ഓരോരുത്തരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഉത്തരവാദിത്വമുള്ളതാണ്. ധനവാനായത് അല്ലെങ്കിൽ ഒരാൾക്ക് പണമുണ്ടാകുന്നത് അതിൽ തന്നെ തെറ്റൊന്നുമല്ല, അതിൽ തന്നെ തെറ്റല്ല. പണമുണ്ടാകുന്നത് അതിൽ തന്നെ തെറ്റല്ല. പക്ഷേ ആ പണം എനിക്ക് മാത്രമുള്ളതല്ല എന്നുള്ള ചിന്ത അവരിലേക്ക് നൽകാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ബാഹ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് പോലെ പാവപ്പെട്ടവരുടെ കൂടെ ആയിരിക്കാൻ, ഒന്നുമല്ലാത്തവരുടെ കൂടെ ആയിരിക്കാൻ, എല്ലാം നഷ്ടപ്പെട്ടവന്റെ കൂടെ ആയിരിക്കാൻ, അവർ അരികിൽ ഇങ്ങനെ ഇരിക്കാനൊന്നും ചിലപ്പോൾ അവർക്ക് സാധിച്ചെന്ന് വരില്ല. പക്ഷേ അവർക്ക് മനസ്സുകൊണ്ട് ചിലപ്പോൾ നമ്മളെക്കാളും താന്നു കൊടുക്കാനായിട്ട് സാധിക്കും. ആ മനസ്സാ അവർക്കുള്ളത് കൊടുക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്നത് അവരുടെ ആ മനസ്സാണ്. അതുകൊണ്ട് അവരെ നമ്മളെക്കാളും താഴ്ചയിലേക്ക് താന്നു കൊടുക്കാനായിട്ട് ഉള്ള അവരുടെ മനസ്സിനെ പ്രോത്സാഹിപ്പിക്കേണ്ട വലിയ ഉത്തരവാദിത്വം കൂടിയും നമുക്കുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അഹങ്കരിക്കാനായിട്ട് നമുക്കൊന്നുമില്ല. നമ്മളെന്ത് ചെയ്യുന്നു? ഇവരിൽ നിന്ന് വാങ്ങിച്ച് ഇവർക്ക് നൽകുന്നു എന്നുള്ളതാണ്. നമ്മുടേതായിട്ട് ഒന്നുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നതൊന്നും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഗണത്തെയും ഒരുമിപ്പിച്ച് നിർത്താനായിട്ടുള്ള വലിയൊരു ശുശ്രൂഷ ദൗത്യമാണ് നമുക്ക് ഓരോരുത്തർക്കും നിർവഹിക്കാനായിട്ടുള്ളതും നമ്മൾ ഓരോരുത്തരും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതും. കുണ്ടുകുളം പിതാവ് ചിലപ്പോ ചില പ്രസംഗങ്ങളിലൊക്കെ സൂചിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം, പിതാവ് ഒത്തിരിയേറെ പാവങ്ങളോട് താല്പര്യമുള്ള ആളുകളായിരുന്നു. അപ്പൊ അവരെ ശുശ്രൂഷിക്കുന്ന സിസ്റ്റേഴ്സിനോടും
അച്ഛന്മാരോടൊക്കെ സാധാരണ പിതാവ് പറയാറുണ്ട്, നിങ്ങളായിട്ടൊന്നുമല്ല, നിങ്ങളായിട്ടൊന്നും ചെയ്യണമില്ല. അവരുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് വലിയ ആളുകളാകാനായിട്ട് സാധിക്കുന്നത്. പാവങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവരെ സഹായിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നത്. പാവങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നത്. ആവശ്യത്തിൽ വേദനിക്കുന്നവരെ സഹായിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നത് ആ വേദനിക്കുന്നവരെ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ വേദനിക്കുന്നവരെ മാറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. അവരെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അതിന് മുകളിലുള്ളവരെ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിന് രണ്ടിന്റെയും ഇടനിലക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഉത്തരവാദിത്തം. രണ്ടുപേരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്ന വലിയ ഉത്തരവാദിത്തം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സ്വർഗത്തിലേക്കുള്ള വഴിവെട്ടാനായിട്ട് എളുപ്പമാകുന്ന ഞാൻ വിചാരിക്കുക. മുകളിലുള്ളവരെ താഴേക്കിറക്കാനും താഴെയുള്ളവരെ മുകളിലേക്ക് ഉയർത്താനും എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് നിർത്താനായിട്ട് സാധിക്കുന്നവരായിട്ട് നമുക്ക് മാറാനും സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് സ്വർഗരാജ്യം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സാധ്യമാകുന്ന, അല്ലെങ്കിൽ ആ സ്വർഗീയ സന്തോഷം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നായിട്ട് തീരും. അതിനു വേണ്ട കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ആമേൻ.